ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഒരു കഥയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഭാഗവതത്തിലെ സ്കന്ധം 1 8ാമത്തെ ഒരു കഥയാണ്. പരീക്ഷിത്തിൻ്റെ ജനനവും ബന്ധുക്കളുടെ വിയോഗവും. ശ്രീകൃഷ്ണ ഭക്തനായ യുധിഷ്ഠിരന് രാജപരിപാലനത്തിലെന്നല്ല ഒന്നിലും പ്രത്യേകം താല്പര്യമില്ലായിരുന്നു. എങ്കിലും തൻ്റെ കടമ അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു. സർവ്വസുഖഭോഗങ്ങളും ചക്രവർത്തി പദവിയും സമ്പത്തും ശ്രേയസ്സും കീർത്തിയും എല്ലാം ഉണ്ടായിട്ടും അവയിലൊന്നും മഹാരാജാവിൻ്റെ മനസ്സ് തങ്ങി നിന്നില്ല. മനസ്സിനെ ഭഗവാനിൽ രമിക്കാൻ കഴിയണം, എങ്കിൽ മാത്രമേ സന്തോഷവാനാകാൻ സാധിക്കൂ. അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന 10 മാസം പ്രായമുള്ള ശിശു അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്ര തേജസ്സിനാൽ നശിച്ചു പോകുമെന്ന ഘട്ടം വന്നപ്പോൾ ഒരു രക്ഷകനെ പോലെ പുരുഷോത്തമൻ തള്ളവിരലോളം വലുപ്പത്തിൽ ഗർഭത്തിൽ പ്രവേശിച്ച് ആ കുരുന്നു ജീവൻ രക്ഷിച്ച് അപ്രത്യക്ഷനായി. മഹാവിഷ്ണുവിനാൽ ദാനം ചെയ്യപ്പെട്ട ജീവനാകയാൽ ശിശു വിഷ്ണുരാധൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മഹാഭാഗവോത്തമനായ ബാലൻ പിന്നീട് പരീക്ഷിത്ത് എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു. വിഷ്ണുരാധൻ മനുപുത്രനായ ഇക്ഷ്വാകുവിനെ പോലെ പ്രജകളെ പരിപാലിക്കുന്നതിൽ സമർത്ഥനാണ്. ശ്രീരാമസ്വാമിക്ക് സമനായി ബ്രഹ്മജ്ഞാനിയായി വാഴുന്നു. ശിബി ചക്രവർത്തിയെപ്പോലെ ദാനശീലനാണ്. ദുഷ്യന്തപുത്രനായ ഭരതനെപ്പോലെ യശസ്വിയായി മരുവുന്നു. വിലാളിവീരനായ ഇദ്ദേഹം കാർത്തവീര്യനും പാർത്ഥനും തുല്യമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പോലെ സർവർക്കും ആശ്രയിക്കുന്നവനുമാണ്. അനുകൂല ഗ്രഹങ്ങൾ ഉദിച്ച ശുഭമുഹൂർത്തത്തിൽ ജനിച്ച പൗത്രന് ധർമ്മപുത്രൻ ദൗമ്യകൃപാദി ആചാര്യന്മാരെ കൊണ്ട് മന്ത്രപുരസരം ജാതകർമ്മം ചെയ്യിച്ചു. പുണ്യകാല മഹത്വമറിയുന്ന രാജാവ് പൗത്രൻ്റെ ജന്മോത്സവം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ബ്രാഹ്മണർക്ക് ധനം, പശു, ഭൂമി, ഗ്രാമങ്ങൾ, ആന, കുതിര എന്നിവയും വിശിഷ്ടഭോജ്യവും ദാനം ചെയ്തു. പരീക്ഷിത്ത് ധൈര്യത്തിൽ മഹാബലിയെപ്പോലെയും ഭക്തന്മാരിൽ പ്രഹ്ലാദനെ പോലെയുമാണ്. അശ്വമേധയാഗം നടത്താൻ യോഗ്യനാണ്. വൃദ്ധന്മാരുടെ സേവകനും ഭൂമിയുടെയും ധർമ്മത്തിൻ്റെയും രക്ഷകനുമാകയാൽ കലിയെ ശിക്ഷിക്കാൻ ശക്തനാകും. മുനിപുത്രൻ്റെ പ്രേരണയാൽ തക്ഷകനിൽ നിന്ന് മരണമുണ്ടാകുമെന്നു കരുതി ഒന്നിലും ആസക്തിയില്ലാതെ ശരീരം ഗംഗയിൽ ഉപേക്ഷിച്ച് വിഷ്ണുപദം പ്രാപിക്കാൻ തീരുമാനിച്ചു. വിഷ്ണുരാധൻ ഗർഭത്തിൽ കാണപ്പെട്ട ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് സർവത്ര സഞ്ചരിക്കുമ്പോൾ അതുതന്നെയാണ് ഇത് എന്ന് പരീക്ഷിച്ചു നോക്കുക പതിവായിരുന്നു. അതിനാൽ പരീക്ഷിത്ത് എന്ന പേരിലും വിഖ്യാതനായി തീർന്നു. ബന്ധുജനങ്ങളുടെയും ആചാര്യന്മാരുടെയും വധം കൊണ്ടുണ്ടാകുന്ന പാപം തീരാൻ ധർമ്മപുത്രർ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ അതിനുവേണ്ട ഭാരിച്ച സംഖ്യ എങ്ങനെ ഉണ്ടാകുമെന്ന ചിന്തയായിരുന്നു ധർമ്മപുത്രന്. തൻ്റെ കയ്യിൽ കരവും ശിക്ഷയായി കിട്ടിയ ധനവുമല്ലാതെ മറ്റൊന്നുമില്ല. പ്രജകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ധനം സ്വരൂപിക്കുന്നത് ന്യായവുമല്ല. പിന്നെങ്ങനെ പണമുണ്ടാക്കും? പാണ്ഡവന്മാർ ശ്രീകൃഷ്ണൻ്റെ അടുത്തു ചെന്ന് നിർദ്ദേശം ആരാഞ്ഞു. വടക്കുദിക്കിൽ മരുത്തനെന്നു പേരായി ഒരു രാജാവുണ്ട്. അദ്ദേഹം ധാരാളം ധനവും സ്വർണവും ഉപേക്ഷിച്ച് നാട് വിട്ടുപോയിരിക്കുന്നു. നിങ്ങൾ പോയി അത് കൊണ്ടുവന്നാൽ യജ്ഞം നടത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവന്മാരും പടയും പുറപ്പെട്ടു. മറ്റൊരുത്തൻ്റെ സ്വത്തുക്കൾ കൊണ്ടുവന്ന് ജ്യേഷ്ഠനെ ഏൽപ്പിച്ചു. ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണരെ കൊണ്ട് നിർവിഘ്നം യാഗം ചെയ്യിച്ചു. പാണ്ഡവന്മാരുടെയും സുഹൃത്തുക്കളുടെയും ആഗ്രഹം മാനിച്ച് ഭഗവാൻ ഏതാനും മാസം കൂടി ഹസ്തിനപുരത്ത് താമസിച്ചു. അനന്തരം അർജുനനോടൊപ്പം ദ്വാരകയിലേക്ക് എഴുന്നള്ളി. വിതുരൻ തീർത്ഥയാത്രക്കിടയിൽ മൈത്രേയ മഹർഷിയുടെ അടുത്തു ചെന്ന് ആത്മതത്വം ഗ്രഹിച്ചു. മനസ്സിൽ ജ്ഞാനം തെളിഞ്ഞു. സന്തോഷവാനായി ഹസ്തിനപുരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലെത്തിയ വിതുരനെ ധർമ്മപുത്രനും അനുജന്മാരും ധൃതരാഷ്ട്രരും ചേർന്ന് എതിരേറ്റ് സൽക്കരിച്ചു. വിവരമറിഞ്ഞപ്പോൾ കുന്തിയും ഗാന്ധാരിയും പാഞ്ചാലിയും മറ്റ് കൗരവ സ്ത്രീകളും എത്തിച്ചേർന്നു. സഞ്ജയനും കൃപരും കുശലങ്ങൾ അന്വേഷിച്ചു. ബന്ധുവായ വിതുരൻ കൊട്ടാരത്തിലെത്തിച്ചേരാൻ വൈകിയതിൽ എല്ലാവർക്കും പരിഭവവും ദുഃഖവും ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറന്ന് ഏവരും ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് കുശലങ്ങൾ അന്വേഷിച്ചപ്പോൾ വിതുരൻ്റെ മനസ്സിലും സംതൃപ്തിയും സന്തോഷവും പരന്നു. വിതുരൻ ഊണുകഴിച്ച് വിശ്രമിക്കുമ്പോൾ ധർമ്മപുത്രർ വിനീതനായി അടുത്തു ചെന്നു.
രണ്ടുപേരും പഴയകാല ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു. അന്ന് ചെയ്ത നന്മകൾ യുധിഷ്ഠിരൻ ഓരോന്നായി വിതുരനെ ഓർമ്മപ്പെടുത്തി. അരക്കില്ലത്തിൽ നിന്ന് പാണ്ഡവരെ രക്ഷിച്ചത് വിതുരരായിരുന്നു. അതിൻ്റെ പണിക്കിടയിൽ രഹസ്യമായി ഗൂഢമായ ഒരു ഗുഹാമാർഗം നിർമ്മിച്ചു. അരക്കില്ലം കത്തിച്ചാമ്പലായപ്പോൾ അതിലൂടെ പാണ്ഡവന്മാർ കാട്ടിലേക്ക് കടന്ന് രക്ഷപ്പെട്ടു. ജീവനെ രക്ഷിച്ചതിന് വിതുരനോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാകുകയില്ല. അതുപോലെ തന്നെ വിഷബാധയിൽ നിന്നും മറ്റനേകം ആപത്തുകളിൽ നിന്നും രക്ഷിച്ചതും വിസ്തരിച്ചു പറഞ്ഞു. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത് വിതുരരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പുണ്യതീർത്ഥങ്ങളെപ്പറ്റിയും തീർത്ഥാടന മഹത്വത്തെക്കുറിച്ചും ധാരാളം സംശയങ്ങൾ ധർമ്മപുത്രർ ചോദിച്ചറിഞ്ഞു. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായ യാദവരെക്കുറിച്ച് യുധിഷ്ഠിരൻ അന്വേഷിച്ചപ്പോൾ അപ്രിയ സത്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് അഭികാമ്യമെന്നു കരുതി വിതുരൻ യദുകുലനാശമൊഴികെ തനിക്ക് അറിവുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരനായ ധൃതരാഷ്ട്രരുടെ സമാധാനത്തിനു വേണ്ടി ജ്ഞാനം ഉപദേശിച്ചു. എല്ലാവർക്കും സന്തോഷം ചൊരിഞ്ഞുകൊണ്ടും വിതുരർ കുറച്ചുകാലം കൂടി അവിടെ താമസിച്ചു. അണിമാണ്ഡവ്യ മുനിയുടെ ശാപത്താൽ യമരാജാവ് 100 വർഷം ഭൂമിയിൽ വിതുരനായി പിറന്നു. അക്കാലത്ത് പാപികളിൽ ശിക്ഷ നടത്തിക്കൊണ്ടിരുന്നത് യമധർമ്മന്റെ ആത്മാവാണ്. കുലം പാലിക്കാൻ പൗത്രനെ ലഭിച്ചതിലുള്ള സന്തോഷത്തിൽ മുഴുകി യുധിഷ്ഠിരനും അനുജന്മാരും ഐശ്വര്യത്തോടെ നാടുകാണു. കാലം കടന്നുപോയി. ഒരു ദിവസം വിതുരൻ കാലഗതി മനസ്സിലാക്കി ധൃതരാഷ്ട്രരോട് പറഞ്ഞു, രാജാവേ, വേഗം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടക്കുക. ആപത്ത് വന്നത് തിരിച്ചറിയുക. ധൃതരാഷ്ട്രർക്ക് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം മിഴിച്ചു നിന്നു. വിതുരർ തുടർന്നു, കാലസ്വരൂപൻ അടുത്തെത്തിക്കഴിഞ്ഞു. കാലഗതിക്ക് അനുസൃതമായി പ്രവർത്തിക്കുക. ഒരു പ്രതിവിധിയും ചെയ്യാനില്ല. അങ്ങയുടെ പിതാക്കന്മാരും സഹോദരന്മാരും പുത്രന്മാരുമെല്ലാം കൊല്ലപ്പെട്ടു. അങ്ങയുടെ ശരീരം ചൈതന്യം നശിച്ച് ജരാഗ്രസ്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ജീവിക്കാനുള്ള ആശ കൈവിടുന്നില്ല. ശത്രുഗ്രഹത്തിലായാലും കിട്ടിയതും തിന്നു ജീവിക്കാൻ അങ്ങയ്ക്ക് ഒരു മടിയുമില്ല. താൻ ദ്രോഹിച്ചവരിൽ നിന്നും അന്നം വാങ്ങിക്കഴിച്ച് പ്രാണൻ നിലനിർത്തുന്നതെന്തിന്? വിരക്തനും ജിതേന്ദ്രിയനുമായി ഭഗവാനെ സ്മരിച്ച് വീട് വിട്ടു പോകുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നറിയുക. ധൃതരാഷ്ട്രർ വിതുരന്റെ ഉപദേശമെല്ലാം ശ്രദ്ധിച്ചു കേട്ട് വിരക്തനായി തുടർന്നു. വടക്കുദിക്കിൽ നിന്നും ശേഷിച്ച കാലം കഴിച്ചുകൂട്ടുവാൻ തീരുമാനിച്ച് കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്നു. അതാ ആരോ വരുന്നു. പതിവ്രതയും സുബലപുത്രിയുമായ ഗാന്ധാരിയാണ്. അവൾ ഹിമാലയത്തിലേക്ക് പോകുന്ന തൻ്റെ പതിയെ അനുഗമിച്ചു. വീരന്മാർക്ക് ഉത്തമം യുദ്ധമെന്ന പോലെ ഭർത്താവിനെ അനുസരിക്കൽ സാധ്വികൾക്ക് സന്തോഷപ്രദമാകുന്നു. രണ്ടുപേരും യാത്ര തുടർന്നു. യുധിഷ്ഠിരൻ സന്ധ്യാവന്തനം മുതലായ ദിനകൃത്യങ്ങൾക്കു ശേഷം ബ്രഹ്മജ്ഞാനികളെ ആദരിച്ച് മറ്റുള്ള ഗുരുക്കന്മാരെയും അച്ഛന്മാരെയും വന്ദിക്കുവാൻ അകത്തു ചെന്നു. അവിടെ അപ്പോൾ ആരുമില്ലായിരുന്നു. വിതുരനും ധൃതരാഷ്ട്രവും ഗാന്ധാരിയും എവിടെ പോയെന്ന് സഞ്ജയനോട് അന്വേഷിച്ചു. പെട്ടെന്ന് സഞ്ജയൻ ഒന്നും പറഞ്ഞില്ല. ആ കണ്ണുകൾ നനഞ്ഞിരുന്നു. യുധിഷ്ഠിരൻ വീണ്ടും ചോദിച്ചപ്പോൾ ദുഃഖം ഉള്ളിലൊതുക്കി കണ്ണുകൾ തുടച്ചുകൊണ്ട് സഞ്ജയൻ പറഞ്ഞു, ക്ഷമിക്കണം, വിതുരൻ്റെയും ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും തീരുമാനങ്ങൾ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. കാരണം ഈയിടെയായി ആരും എന്നോടൊന്നും പറയാറില്ല. തമ്പുരുവിൻ്റെ നാദമുയർന്നു. നാരദ മഹർഷി വന്നു ചേർന്നു. ദുഃഖിതനാണെങ്കിലും യുധിഷ്ഠിരൻ മഹർഷിയെ ഉപചരിക്കാൻ മറന്നില്ല. സൽക്കരിച്ചിരുത്തി പൂജിച്ചു. സഞ്ജയനോട് മാതാപിതാക്കളെപ്പറ്റി ചോദിച്ച അതേ ചോദ്യം തന്നെ യുധിഷ്ഠിരൻ നാരദനോടും ആവർത്തിച്ചു. രാജാവേ, അങ്ങ് ആരെക്കുറിച്ചും ദുഃഖിക്കരുത്. ലോകം മുഴുവൻ ഭഗവാന് അധീനമാകുന്നു. ജീവികളെ പരസ്പരം കൂട്ടിയിണക്കുന്നതും വേർപിരിക്കുന്നതും ആ ഭഗവാന്റെ ലീലകളാകുന്നു. ദുഃഖത്തിനു കാരണം ലൗകികാസക്തിയാണ്. താനില്ലാതെ അവരെങ്ങനെ കഴിഞ്ഞുകൂടുമെന്ന ചിന്ത കൈവെടിയുക. നാരദന്റെ വാക്കുകൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന്റെ മനസ്സ് ശാന്തമായി. നാരദന്റെ മുഖത്ത് പുഞ്ചിരി പടർന്നു. മഹർഷി തുടർന്നു, ധൃതരാഷ്ട്രം വിതുരരും ഗാന്ധാരിയും ഹിമവാന്റെ തെക്കുഭാഗത്തുള്ള ഋഷികളുടെ ആശ്രമത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വാർത്ത ധർമ്മപുത്രന്റെ മനം കുളിർപ്പിച്ചു. അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതിന് ധർമ്മപുത്രർ നാരദനെ നിർബന്ധിച്ചു. ആശ്രമത്തിൽ എത്തിച്ചേർന്ന മൂവരും പുണ്യതീർത്ഥത്തിൽ കുളിച്ചു. നീർ ആഹാരമായി സ്വീകരിച്ച് ഭഗവാനെ പൂജിച്ചു. വ്രതനിഷ്ഠയോടെ തപസ്സു ചെയ്യുവാൻ തുടങ്ങുന്നു. അങ്ങ് അവിടെ ചെന്ന് തടസ്സമുണ്ടാക്കരുത്. 5 ദിവസം കഴിഞ്ഞാൽ ധൃതരാഷ്ട്രർ ശരീരം ഉപേക്ഷിക്കും. അത് യോഗാഗ്നിയിൽ ഭസ്മമാകും. ഭർത്താവിൻ്റെ ശരീരം അഗ്നിയിൽ ദഹിക്കുമ്പോൾ പതിവ്രതയായ ഗാന്ധാരി അതിൽ ലയിക്കും.
അത് കണ്ടു നിൽക്കുവാൻ വിതുരർ ശക്തനല്ല. അദ്ദേഹം അവിടെ നിന്ന് മറ്റ് പുണ്യതീർത്ഥങ്ങൾ തേടിപ്പോകും. ഒന്നും വിഷമിക്കേണ്ടതില്ല, ഈശ്വര നിശ്ചയം നടക്കും. നിങ്ങളുടെ സമയവും അതിവിദൂരത്തല്ല. സുഹൃത്തായ ഭഗവാനുള്ള കാലത്തോളം മാത്രം നിങ്ങൾ ഏവരും സുരക്ഷിതരാണെന്ന് അറിയുക. നാരായണ നാരായണ. നാരദന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. മഹർഷി അപ്രത്യക്ഷനായി. ഉപദേശവാക്കുകൾ ഓരോന്നും യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും ഓർത്തു. ബന്ധുവിയോഗത്തിലുള്ള ദുഃഖം പരിത്യജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തോ മറ്റൊന്ന് മനസ്സിൽ സ്ഥലം പിടിച്ച പോലെ തോന്നി. അത് കൂടുതൽ ചോദിച്ചറിയാതിരിക്കാനാണോ മഹർഷി വേഗം മറഞ്ഞത്? സംശയം ബാക്കിയായി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ഇനി നമുക്ക് നാളെ ഒരു കഥ കേൾക്കാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും നമസ്കാരം.